വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല. പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നു. 4 മടക്കിയ ചെറിയ വെള്ള പേപ്പറിൽ 156 രൂപ വെക്കുക. നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത്. 2 പ്രാവശ്യം പൈസ വെച്ച് മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണിക്കഷ്ണം വെച്ച് മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തുൽ ഫത്ഹ് ഓതുക. പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്തു യാസീൻ ഓതി സ്റ്റിക്കർ കൊണ്ട് പൊതിഞ്ഞ് പേഴ്സിൽ സൂക്ഷിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. സൂറത്തുകളും ദിക്റുകളും 14 ദിവസം പതിവാക്കുക. 1 മാസം കഴിഞ്ഞ് പൈസ ദാറുൽ ഹക്മിലേക്ക് അയച്ചു കൊടുക്കണം. ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു ചേർന്ന് പാഴ്ചിലവുകൾ കുറയുന്നതാണ്. അസ്സലാമു അലൈക്കും. മുസ്ലിയാക്കന്മാരുടെ ഉടായിപ്പ് പല കോലത്തിൽ വരും. ഇബിലീസ് പല കോലത്തിൽ വരുന്ന പറഞ്ഞമാര് ഈ മുസ്ലിയാക്കന്മാർ പല കോലത്തിൽ വരും. ഇബിലീസിനേക്കാൾ കോലം മാറിയിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? അത്യാഗ്രഹികളായ ആളുകളുടെ അവരുടെ കയ്യിൽ നിന്ന് പണം വസൂലാക്കാൻ വേണ്ടിയിട്ടാണ്. ഐഡിയപൂർവമായിട്ടുള്ളൊരു തട്ടിപ്പാണ് സഹോദരന്മാരേത്. മനസ്സിലായിക്കോളിയും. 156 രൂപ എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ ഉടനെ തന്നെ അവിടെ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് രാഷ്ട്രത്തിലാണോ ആ രാഷ്ട്രത്തിലത്തെ പൈസയാണ് അങ്ങനെ വെക്കേണ്ടത്. എന്നിട്ട് പേഴ്സിൽ വെച്ചാൽ മതിയോ? പോരാ. ഇവരുടെ ആ ഒരു ഉടായിപ്പ് ഹുദയിലേക്ക് അത് അയക്കുകയും വേണം. അപ്പോൾ അമേരിക്കയിലുള്ളൊരു മലയാളി ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇഷ്ടംപോലെ മലയാളികൾ എൻ്റെ വീഡിയോ ഒക്കെ അമേരിക്കയിൽ ഉപയോഗിച്ച് കാണുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണും. നമ്മൾ ഓരോ രാഷ്ട്രത്തിലും എത്ര ആളുകൾ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഒരു വീഡിയോ അത് ഏതൊക്കെ രാഷ്ട്രത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ അനലിറ്റിക്സിൽ പോയാൽ കാണാൻ കഴിയും. അപ്പോൾ അമേരിക്കയിലൊക്കെ ഇരുന്നു കൊണ്ട് വളരെ കുറച്ച് ആളുകളാണെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഉടായിപ്പന്മാരുടെ വീഡിയോ കാണുന്ന അമേരിക്കയിലുള്ള പ്രവാസികളായ മലയാളികൾ സഹോദരന്മാർ അവരെന്ത് ചെയ്യും? $156 വെക്കുക. അപ്പോൾ 156 ഇൻറ്റു 85. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 84 കൂട്ടുക. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ചെറിയ എന്തെങ്കിലും ഇതൊക്കെ പോയാലും ഒരു 185 രൂപയ്ക്ക് അടുത്ത് ഒരു ഡോളറിന് കിട്ടും. അപ്പോൾ 156 ഇൻറ്റു 185 ഉറുപ്പ്യ എത്രയായി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തോളൂ. ഞാൻ കാൽക്കുലേറ്റർ ഒന്നും എടുത്തിട്ടില്ല. ഇനി സൗദിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ 156 ഇൻറ്റു 23 കൂടുതലൊക്കെ വരുന്നുണ്ട്. അതേ തന്നെയാണ് ഖത്തറിലും ദുബൈയിലും അല്ല UAE ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 150 ഇന്ത്യയിൽ നിന്നാണെങ്കിൽ തന്നെ 156 വെച്ച് അതിലേക്ക് വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സുഗന്ധവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെറും ഉടായ്പാണ്. ഇന്ത്യക്ക് പുറത്ത് നിന്ന് പറയുമ്പോൾ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ അമേരിക്കൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും അയക്കുകയാണെങ്കിൽ ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടാവില്ലേ? മരത്തുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണമാര് ഇങ്ങനെ ഇല കൊഴിഞ്ഞു വീഴുമല്ലോ, അങ്ങനെ ഡോളർ കൊഴിഞ്ഞു വീഴുന്ന ചിത്രമാണ് കാണിച്ചത്, അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ പൈസ വിദേശത്തു നിന്നുള്ള പൈസയാണ് അവരുടെ മെയിൻ. 156 ഇൻറ്റു നമ്മൾ ഡോളർ പറഞ്ഞത് 85. ഇനിയിപ്പോൾ സൗദി റിയാലാണെന്നുണ്ടെങ്കിൽ 23 ചില്ലാണ്. കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും പണം ഇരട്ടിപ്പിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉടായ്പാണ് ആ മുസ്ലിയാരവിടെ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ഉടായ്പന്മാരുടെ ഉടായ്പിലേക്ക് നിങ്ങളൊന്നും അയച്ചു കൊടുക്കേണ്ടതില്ല. നിങ്ങൾ നല്ലോണം അധ്വാനിക്കുക. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ അതെന്താണോ വൃത്തിക്ക് സിൻസിയർ ആയിക്കൊണ്ട് അത് ക്ലിയർ ആയിക്കൊണ്ട് ചെയ്യുക, ആത്മാർത്ഥമായിക്കൊണ്ട് ചെയ്യുക, കൃത്യനിഷ്ഠതയോടെ ജീവിക്കുക. പിന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ബറക്കത്ത് നഷ്ടപ്പെടും. എത്ര കിട്ടിയിട്ടും കാര്യമില്ല. ആ കിട്ടിയത് കൊണ്ട് സംതൃപ്തപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിൽ ഒതുങ്ങാത്ത ചിലവുമായിട്ട് നമ്മൾ പോകും. നമ്മൾ ഇബാദത്തുകൾ അത് പണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പണമില്ലാത്ത പട്ടിണി കിടക്കുന്നവരാണെങ്കിലും ഇബാദത്ത് ഭംഗം വരുത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഇബാദത്ത് അള്ളാഹു പറഞ്ഞ ആ രൂപത്തിൽ ആ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. പിന്നെ നമുക്ക് എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ അട്ടിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ദീനീബോധമുള്ള സൗന്ദര്യമുള്ള ഒരു ഭാര്യ വേണം. പിന്നെ അവരെ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ വളർത്തണം. ഇനി അതിനിങ്ങനെ ലോഡ് കണക്കിന് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കുവാൻ അല്ലാഹുമ്മ അഹീനാ മിസ്കീനൻ വാമിത്തിനാ മിസ്കീന, എന്നെ നീ
മിസ്കീനായിക്കൊണ്ട് ജീവിപ്പിച്ച് മിസ്കീനായിക്കൊണ്ട് തന്നെ മരിപ്പിക്കല്ല എന്ന് പ്രാർത്ഥിച്ച അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തല്ല ചെങ്ങായിമാരെ നമ്മൾ എന്തിനാണ് എവിടുന്നെങ്കിലും മരത്തുമെന്ന് കൊഴിഞ്ഞു വീഴുന്നും പറഞ്ഞിട്ട് ആർക്കേലും വെറുതെ എന്തിനാ അതിങ്ങനെ അയച്ചു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ അധ്വാനിക്കുക അളവിൽ കൂടുതൽ എന്നുള്ള എത്ര നമ്മൾ അധ്വാനിച്ചാലും എത്ര നമ്മൾ ചെലവഴിച്ചാലും രണ്ടിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം എന്നുള്ള ഒരു കാര്യം കൂടിയും എന്നോടൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. എന്താ അൽഹംദുലില്ലാ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഇല്ലാത്ത അതിൽ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകണം. നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോവുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമുക്കിങ്ങനെ കെട്ടിക്കെട്ടാക്കിയിട്ട് ബാങ്കിൽ ഇങ്ങനെ നമ്മൾ കെട്ടിക്കെട്ടാക്കി വെക്കുക എന്നുള്ള ആ ഒരു സാഹചര്യം അതൊക്കെ നമ്മൾ നാളെ കണക്ക് പറയേണ്ടതാണ്. സമ്പാദിക്കേണ്ടതെന്നല്ല കേട്ടോ പറയുന്നത്. സമ്പാദിക്കുക, അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക, അതിൽ നിന്ന് നിങ്ങളുടേതല്ലാത്ത ഹക്കായ ഫർളായ സക്കാത്തിൻ്റെ മുതൽ അത് കറക്റ്റായിട്ട് അത് ആളുകളിലേക്ക് അർഹരിലേക്ക് കുടുംബത്തിലാണ് തുടങ്ങേണ്ടത്. അതെല്ലാം ചെയ്യുക. ഇതിങ്ങനെ അട്ടിയിട്ടിട്ട് കാര്യമില്ല. അതിൽ നിന്ന് അത് നൽകേണ്ടതുണ്ട്. പിന്നെ എന്തിനാ കുറേ അട്ടിയിട്ടിട്ട് വെക്കുന്നത്? എന്തിനാ ഈ മരത്തുമെന്ന് കൊഴിഞ്ഞു വീണ പോലെ ഇങ്ങനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുവാനുള്ളതിൻ്റെ അപ്പുറം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ നമുക്ക് ആർത്തി തീരാതെ നമ്മൾ വഞ്ചനയും കള്ളത്തരവും ഒക്കെ ആയിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞത് ഈ പണമുണ്ടാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമം നേരിടുന്നൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിരിക്കാം. ആരുടെയും ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടല്ല നമ്മൾ പറയുക എന്നുള്ള ആ ഒരു കാര്യമാണ്. എന്തായാലും ഈ മുസ്ലിയാർ അവിടെ നടത്തിയിട്ടുള്ളത് ഉടായ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉടായ്പൊന്നും വേണ്ട, അയാൾ പറഞ്ഞതിൻ്റെ ഇരട്ടി ആ സ്ഥാപനത്തിൽ നിങ്ങൾ കൊടുത്തോളിയും. അവിടെ ആ സ്ഥാപനത്തിനെ അന്വേഷിച്ചിട്ട് അവിടെ നടക്കുന്നത് ക്ലിയർ ആണെങ്കിൽ, സാദാ സീതയാണെങ്കിൽ സീതാ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അല്ലാണ്ട് ഈ ഉഡായിപ്പിലൂടെയൊക്കെ അങ്ങോട്ട് പൈസ വരുത്തണോ ഓലിയരെ എന്ന് നേരിട്ട് ചോദിക്കുകയും ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.